അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? നിങ്ങളെ കാണുമ്പോൾ ആരെങ്കിലും വല്ലാതെ വെറുക്കുന്നുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും അസ്വാരസ്യം പ്രകടിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളിൽ എന്തൊക്കെയോ പോരായ്മകളുണ്ടെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിൽ വല്ല പോരായ്മകളും കണ്ടതുകൊണ്ടാണ് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. ഒരു കുഴപ്പമില്ലാത്തൊരാളൊരാളും ആക്ഷേപിക്കൂല. നിരൂപണം നല്ലതാണ്. ഒരാളെ ആക്ഷേപിക്കലും കുറ്റപ്പെടുത്തലൊക്കെ അവരെ വെറുക്കല്ല വേണ്ടത്. നമ്മളിൽ എന്തൊക്കെയോ കുറവുകൾ കണ്ടതുകൊണ്ട് നമ്മളെ ആക്ഷേപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, എന്നിലുള്ള കുറവാണ് അത്. ആ ആക്ഷേപവും കുറ്റവും എന്നെ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആക്ഷേപിക്കുന്നവരോടും കുറ്റം പറയുന്നവരോടും നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയാണ് വേണ്ടത്. അതൊരു മനുഷ്യൻ്റെ ആവശ്യമാണ്. ഈമാനു മറിഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാ നാസൻ ബി ഇബിലി മുസ്സില ഫയകൂനു മദ്ഉഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമൻ ഫീ ദൽ ഉലാ. അർത്ഥവത്തായ വാക്കുകളാണ്. ഈമാനു മറിഇൻ ലാ യകൂനു തകാമുല. ഒരു മനുഷ്യൻ്റെ ഈമാന് പരിപൂർണ്ണമായപ്പോഴാണെന്നറിയോ? പരിപൂർണ്ണ ഈമാൻ ഉണ്ടാവില്ല എപ്പോഴാണെന്നറിയോ? ഹത്താ യറാനാസ ബി ഇബിലി മുസ്സില. മൃഗത്തെ, ഈ ഒട്ടകണ്ടല്ലോ, എത്ര മരുഭൂമിയിലൂടെ എന്ത് ചെയ്താലും അതങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. അതിന് ആക്ഷേപമില്ല, കുറ്റം പറയാനുമില്ല, ഒന്നിനുമില്ല. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തുക എന്നുള്ളതാണ്. ഫയക്കൂനും മധുഹവും വദമ്മുഹും സവ. ഒരാൾ പുകഴ്ത്തി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് പുകഴ്ത്തി എല്ലാവരും പറയണം. അത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിന് ഞാൻ ഉഷാറാണെന്ന് തോന്നുക. ആക്ഷേപിക്കുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നുക. ഇതൊന്നൊരു മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഈമാനിൻ്റെ തെളിവല്ല. ആക്ഷേപിക്കുമ്പോൾ നമുക്ക് കുറ്റം തോന്നുക. ഓനെ ആക്ഷേപിച്ചു, വെറുപ്പ് തോന്നാൻ പാടില്ല. ഓനെ മധു പറഞ്ഞു എന്ന് കരുതി പ്രത്യേക സ്നേഹം തോന്നാനും പാടില്ല. ഫയക്കൂനും മധുഹും ഒതുമ്മുഹും സവ. ആക്ഷേപിക്കുന്നതും മധു നല്ലത് പറയുന്നതും എല്ലാം അവനെക്കുറിച്ചിടത്തോളം സമാണ്. ഒരാൾ ആക്ഷേപിക്കുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നിരൂപണം നടത്തുമ്പോൾ നമുക്ക് അവരോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുക വേണ്ടത്. പക്ഷേ ഒരു കാര്യം ഉപദേശിക്കുകയാണെങ്കിൽ പരസ്യമായി ഒരാളെ വിളിച്ചിട്ട് ഉപദേശിക്കാൻ പാടില്ല, പറയാനും പാടില്ല, അയാളെ കുറ്റം പറയാനും പാടില്ല, തെറ്റാണ്. മറിച്ച് അയാളെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ന്യൂനത കണ്ടിട്ടുണ്ട്, അത് മാറ്റണം എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ, നീ എന്താ അത് എന്നോട് പറയാം, യാരാ എന്ന് ചിന്തിക്കുന്ന മനസ്സുണ്ടോ? അത് അപകടമുള്ള മനസ്സാണ്, നല്ല മനസ്സല്ല. മറിച്ച് അവനോട് കൂടുതൽ അൽഹംദുലില്ലാ നീ എനിക്കത് പറഞ്ഞു തന്നല്ലോ, അപ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ പരസ്പരമുള്ള, അതാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സുബ്ർ എന്ന് പറയാൻ കാരണം. നന്മയും ക്ഷമയും കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. എല്ലാം വേണം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം. അങ്ങനെ ആകുമ്പോഴേ മനുഷ്യ സൗഹാർദ്ദം, മനസ്സമാധാനവും മനസ്സിനുള്ള കൂർമ്മയും നല്ല സ്നേഹവും ലഭിക്കുള്ളൂ. എല്ലാവരും എപ്പോഴും അത് തന്നെ പറയണം, ആരും എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് ഒരു തരം വക്രബുദ്ധിക്കാരാണ്, സ്വാർത്ഥ താല്പര്യക്കാരാണ്. അൽ ആക്കിലത്തി തസീർ വൽ കിലാബു തംബഹ്. സ്വാർത്ഥ താല്പര്യക്കാർ അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പട്ടികൾ കുരക്കട്ടെ, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്ന് അറബികൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സ്വാർത്ഥത ഒഴിവാക്കണം, നിസ്വാർത്ഥ സേവനങ്ങളാവണം. ഒന്നും കേൾക്കാൻ വേണ്ടിയോ പുകഴ്ത്താൻ വേണ്ടിയോ ആവരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരാൾ പുകഴ്ത്തി പറയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക, പുകഴ്ത്തി പറയാൻ വേണ്ടി വല്ലതും പറയുക, അങ്ങനെ ചെയ്താൽ ചെയ്തതൊക്കെ അമല് ബാത്തിലായി പോകും. ആ കൊടുത്തതൊരു ഫലം ഉണ്ടാവില്ല. അവിടെയാണ് റിയാ എന്നൊരു വലിയ മാരകമായ രോഗം കടന്നുകൂടുക. ഒരാൾ കാണാൻ വേണ്ടി, ചെയ്യാൻ വേണ്ടി, പറയാൻ വേണ്ടി
അതിനുള്ള കാര്യങ്ങൾ. സത്യത്തിൽ ഇന്ന് റിയാവ് കൊണ്ടാണ് നമുക്ക് നല്ല കടം വരുന്നതും. എന്താണ്, മോളെ കല്യാണം, മറ്റുള്ളവരെ കല്യാണം എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, അല്ലെങ്കിൽ 15-ന് അർത്തിയില്ലെങ്കിൽ മോശമല്ലേ, അല്ലെങ്കിൽ 10 ആളെ വിളിച്ചില്ലെങ്കിൽ മോശമല്ലേ, ഓനക്കൊന്നിനും കഴിയില്ല. എന്നിട്ട് കടം മേടിച്ചിട്ട് ആളുകളെ മുന്നിൽ പേര് പറയാൻ വേണ്ടി, കുട്ടിക്ക് സ്വർണം കെട്ടിയില്ലെങ്കിൽ മോശമല്ലേ, അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ കൊച്ചാവൂലേ എന്ന് പറഞ്ഞിട്ട് കടം മേടിച്ചിട്ടോ ലോൺ എടുത്തിട്ടൊക്കെ കെട്ടുക. ഇങ്ങനെ മനുഷ്യന് അൺവാണ്ടഡ് കാര്യങ്ങൾ, ജനങ്ങളെ മുന്നിൽ പേര് നിൽക്കാൻ വേണ്ടി ഒരുത്തൻ പെരണ്ടാക്കിയാൽ അതിനേക്കാൾ നല്ലൊരു പെരണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനിടയിൽ ഒരു മോശമല്ലേ, ഇതിന് വേണ്ടി നിന്നിട്ട് ലോൺ എടുത്തിട്ട് വീണ്ടും വീണ്ടാക്കുക. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴാണ് മനുഷ്യന് ഓവറായിട്ട് കടം വരുന്നത്. തീർക്കാൻ പറ്റാത്ത കടത്തിൽ കുടുങ്ങുന്നതും അതുകൊണ്ടാണ്. മറിച്ച് അവനെക്കൊണ്ട് കഴിയുന്നത്, എത്തുന്ന കൊമ്പ് ചാടിപ്പിടിച്ചാൽ അത് ശരിക്കും നമുക്ക് കിട്ടും. എത്താത്ത കൊമ്പ് ചാടിപ്പിടിച്ചാലോ ഊര കുത്തി വീഴും, പിന്നെ ഊരവേദനയായിട്ട് കിടക്കേണ്ടി വരും. അതൊരു ഉദാഹരണമാണ് കേട്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എത്തുന്ന കൊമ്പ് ചാടിപ്പിടിക്കുക, കിട്ടണത് ചെയ്യുക, ഉള്ളത് ചെയ്യുക, അതിലൊരു കുഴപ്പമില്ല, മനസ്സമാധാനം കിട്ടുകയും. അതല്ല മക്കളെ നമുക്ക് ആവശ്യം, മനസ്സമാധാനം. സമാധാനം ഇല്ലാതെ വലിയൊരു ബംഗ്ലാവ് കയറ്റി, അല്ലാതെ ജനങ്ങൾ പറയാൻ വേണ്ടി വല്ലതും കടം മേടിച്ചിട്ട് ചെയ്തു, എന്നിട്ട് അവരെ മുന്നിൽ നമ്മൾ നല്ല പവറായി, മനസ്സമാധാനം പോവുകയാണ്. പിന്നെ ഈ കടം വീട്ടണം, ഈ കടം പിന്നെ അവസാനം പിന്നെ ടെൻഷനോട് ടെൻഷൻ. അപ്പോൾ ഈ ടെൻഷൻ ഉണ്ടാവാതിരിക്കാനുള്ള വഴികൾ നമുക്ക് ചെയ്തുകൂടെ? സമാധാനം തന്നെ കാശ് കൊടുത്താൽ കിട്ടണമല്ല, അത് ഹൃദയത്തിൻ്റെ മേക്ക് ഇൻ യുവർ ഹാർട്ട്. ഹൗ ക്യാൻ മേക്ക് യുവർ ഹാപ്പി? എങ്ങനെയാണ് നിനക്ക് ഹാപ്പി ഉണ്ടാക്കാൻ കഴിയുക? ഹൗ ക്യാൻ മേക്ക് യുവർ ഹോം ഹാപ്പി? എൻ്റെ വീട്ടിൽ നിനക്ക് എങ്ങനെ ഹാപ്പി ഉണ്ടാക്കാൻ കഴിയും? അതുണ്ടാക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.